കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയെങ്കിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ ഇടയാവണം. കാരണം ഓരോ ദിവസവും ദൃഷ്ടിവെച്ച് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൃഷ്ടിവെച്ച് ആലോചന പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ നടക്കുന്ന വഴി തൻ്റെ ഭക്തന്മാർക്ക് അവിടുന്ന് കാണിച്ചു കൊടുക്കും. ഭക്തനായ പുരുഷനാകും താൻ തിരഞ്ഞെടുക്കുന്ന വഴി ദൈവം കാണിച്ചു തരും. പ്രിയരെ, ഒരിടത്ത് എഴുതിയിരിക്കുന്നത് പോലെ കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും തന്നാലും പിമ്പിൽ നിന്നൊരു ശബ്ദം ഉപദേഷ്ടാവ് ഇങ്ങനെ പറയും, വഴി ഇതാകുന്നു, ഇതിലെ പോയിക്കോള. എപ്പോഴാണ് കഷ്ടതയുടെയും സങ്കടങ്ങളുടെയും വേദനയുടെയും നടുവിൽ ആരും സഹായിപ്പാനില്ലാതിരിക്കുമ്പോൾ ഇറങ്ങി വന്ന് ഞാൻ നിനക്കെന്ത് ചെയ്തു തരണം എന്ന് ചോദിക്കുന്നു. ദൈവശബ്ദത്തിലായി നമുക്ക് സ്തോത്രം. ആ ദൈവം ഇന്നലകളിൽ നടത്തിയും ഇന്ന് നടത്തി മേലാലും നടത്തുവാൻ ശക്തനെന്ന് നമ്മുടെ അകത്തൊരു ഉറപ്പുണ്ടാവണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ആ കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ നമുക്കിടയാവണം. ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. എപ്പോഴും ആ ഉറപ്പ് നമുക്കുണ്ടാകും. ദൈവം അറിയാതെ എൻ്റെ കുടുംബത്തിനകത്ത് ഒന്നും സംഭവിക്കത്തില്ലെന്ന് ഉറപ്പുള്ളവർ ദൈവത്തിന് ഭാഗത്ത് കിട്ടും. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. കാരണം നമുക്കൊരു ഉടമസ്ഥനുണ്ടല്ലോ. കാണുന്ന ഒരു ഉടമസ്ഥൻ, അറിയുന്നവൻ, ഉയർന്നിരിക്കുന്ന വലം കൈയുള്ളവൻ, അവിടുത്തെ മുമ്പിൽ സകലവും നഗ്നവും വലവുമായിരിക്കുന്നു. നിങ്ങൾ ഫേസ് ചെയ്യുന്ന സകല വിഷയങ്ങളെയും അറിയുകയെല്ലാം നന്നായി അറിയുന്ന ഒരു ദൈവം. മറ്റുള്ളവർക്ക് കുറച്ച് കാര്യങ്ങളെ അറിയത്തുള്ളൂ, പക്ഷേ അറിയേണ്ടതുപോലെ നന്നായി ആഴമായി അറിയുന്ന ആ ദൈവം സഹോദരങ്ങളെ ഇന്ന് പകലും നമ്മുടെ കൂടെയുണ്ട്. ആ പ്രസൻസ് ഒന്ന് തിരിച്ചറിയാൻ നിരാശയൊക്കെ മാറും. ദൈവത്തിലുള്ള ആശ്രയം ഇന്ന് പകൽ നമ്മുടെ അകത്തുനിന്ന് കത്തപ്പായ എൻ്റെ ദൈവത്താൽ ഈ മതിൽ ചാടിക്കടക്കാം. യഥാർത്ഥത്തിൽ മതിൽ നിശ്ചലമായി നിൽക്കുന്ന ഒരു ശക്തിയാണ്. മനുഷ്യ അത് മാറില്ല, പക്ഷെ അതിനെ ഓവർകം ചെയ്യാനുള്ള അഭിഷേകം എൻ്റെ ദൈവത്താൽ ഈ മതിൽ ചാടിക്കടക്കും. അഭിഷേകം വന്നാൽ ചാടിക്കടന്ന് അപ്പുറത്തെത്തുമ്പോൾ മതിൽ പുറയിലായി. അതുകൊണ്ടല്ലേ യോസഫിനെ പറ്റി പറയും, യോസഫ് ഫലപ്രദമായൊരു മുന്തിരിവള്ളി. അവൻ്റെ മുമ്പിലും തടസ്സങ്ങൾ സ്ട്രോങ് ആയിരുന്നില്ലേ? ആ യോസഫിൻ്റെ മുമ്പിൽ അതിലുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നില്ലേ? വഴിമാറത്തില്ലെന്ന് വാദിച്ചില്ലേ? പക്ഷേ ഇവിടുത്തെ സംഭവിച്ചു, യോസഫ് മതിൽമേൽ പടർന്നു. യോസഫ് അതിൻ്റെ എല്ലാം മേളിൽ നിന്നു, മതിൽ താഴെയായിപ്പോയി. ഇതാണ് ഒരു ദൈവജനെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ വരത്തില്ലെന്നല്ല, പ്രശ്നങ്ങൾക്ക് മീതെ ഇറങ്ങി വന്ന് അതിനെ ഓവർകം ചെയ്ത് നമ്മൾ പുറത്തു വരും. ഒരു ശക്തിക്കും നമ്മളെ തൊടാൻ പറ്റില്ല, ഒരു വ്യക്തിക്കും നമ്മെ തൊടാൻ പറ്റില്ല. ദൈവത്തിൻ്റെ അദൃശ്യകരം ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ കൂടെയുണ്ട്. ജീവനുള്ള ശക്തിയാ പടക്കൂട്ടങ്ങൾ, പക്ഷെ ദൈവത്തിൻ്റെ നാമത്താൽ അതിൻ്റെ നേരെ പാഞ്ഞു ചെല്ലാൻ ഇടയായി തീർന്നാൽ ഒരു ശക്തിക്ക് നിന്നെ തൊടാൻ പറ്റില്ല. നീ അതിൽ ജയിക്കും.
അതുകൊണ്ടാണ് ദാവീദ് ചെന്നിടത്തൊക്കെയും ദൈവം അവന് ജയം നൽകിയത്. ദൈവത്തോട് ആലോചന ചോദിച്ച് മുട്ടുമടക്കി ഞാൻ ഇതിനെ പിന്തുടരണമോ, എന്ത് ചെയ്യണമെന്ന് ദൈവം മുൻപാകെ ആലോചന ചോദിച്ചിട്ട് മുമ്പോട്ട് പോയ വ്യക്തിയായിരുന്നു ദാവീദ്. ദൈവോടൊക്കെ ഉത്തരം പറഞ്ഞു, നീ മുമ്പോട്ട് പോവുക, നീ പിന്തുടരുക, ഞാനത് നിന്റെ കയ്യിൽ തരും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അപ്രാപ്യമെന്ന് തോന്നുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ തീർപ്പിന്ന് പ്രഭാതത്തിൽ കൽപ്പിക്കുകയാണ്, മുൻപോട്ട് പോകാൻ തയ്യാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തി 23-12 നമുക്ക് സുപരിതമാണല്ലോ. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ചു, പൗലോസിനെ കൊന്നുകളയുവോളം ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തവർ 40-ലധികം പേരായിരുന്നു. ശക്തമായ ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ, യേശു ദൈവോത്തരം തെളിയിക്കുമ്പോൾ, കർത്താവിലേക്ക് മടങ്ങി വരേണ്ടതിൻ്റെ ആവശ്യകത തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ വിളിച്ചു പറയുമ്പോൾ ചില ശക്തികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നോക്കൂ, എപ്പോഴാണ് ഇവർ യോജിച്ചത്? രാത്രിയിൽ കർത്താവ് പൗലോസിൻ്റെ അടുക്കൽ വന്ന്, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകും. ഈ ദൂത് കേട്ട് അടുത്ത ദിവസം, വാഗ്ദത്തം കേട്ട അടുത്ത നിമിഷം, ദർശനം കണ്ട അടുത്ത സെക്കൻഡുകളിൽ പ്രിയരെ ഒതുക്കിക്കളയുവാൻ, തകർത്ത് കളയുവാൻ, ഇല്ലാതാക്കുവാൻ പദ്ധതികൾ വെളിപ്പെടും. വാഗ്ദത്തം നിങ്ങൾ സ്ട്രോങ് ആയി കേൾക്കുമ്പോൾ അതിന് വിരോധമായിട്ട് കാര്യങ്ങൾ വരും, അല്ലേ? ജോസഫ് കണ്ട ദർശനം ശ്രേഷ്ഠമല്ലായിരുന്നോ? പക്ഷേ സംഭവിച്ചത് വിരോധമായ കാര്യങ്ങളല്ലായിരുന്നോ? ഇവിടെയും നോക്കൂ, ആവർത്തിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ചിലരോട് പറയുന്നു, നിങ്ങൾ കണ്ട ദർശനം, സ്വപ്നം, വെളിപ്പാട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകിയ ദൂത് അതിൻ്റെ ആഴമാണ്. അത് നിങ്ങൾ സ്തോത്രം ചെയ്ത് മുമ്പോട്ട് വരുമ്പോൾ തന്നെ അതിന് വിരോധമായി നിൽക്കുന്ന ശക്തികളുണ്ട്. ഇവിടെ നോക്കൂ, നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിക്കുകയാണ്. വാഗ്ദത്തമുള്ളവനെ, അഭിഷേകമുള്ളവനെ, നിയോഗമുള്ളവനെ, റോമിൽ നിൽക്കേണ്ടവനെതിരെ യോജിച്ച് നിൽക്കുന്ന ശക്തികൾ. എന്തിന്? വാഗ്ദത്തം നടക്കുന്നതൊന്ന് കാണട്ടെ, ശുശ്രൂഷ മുൻപോട്ട് പോകുന്നത് കാണട്ടെ, നിന്റെ കുടുംബജീവിതം ഇങ്ങനെ നിൽക്കുന്നതൊന്ന് കാണട്ടെ. നിന്റെ തലമുറയുടെ ഭാവി നിനക്ക് കാണാൻ പറ്റില്ല, നീ അത് പൂർത്തീകരിക്കില്ല, നിനക്ക് വിടുതൽ ലഭിക്കില്ല എന്ന് ഇപ്പുറത്ത് ശപഥം ചെയ്തു. 40 പേർ ശപഥം ചെയ്തു. എന്നുവെച്ചാൽ അവർ ഉപസിക്കുകയാണ്, ഒന്നും കഴിക്കുന്നില്ല, ഇതിന് തീർപ്പ് കൽപ്പിക്കണം, ഈ വ്യക്തി ഇല്ലാതാവണം, ഈ കുടുംബം ഇല്ലാതാവണം. ഇവരുടെ വാഗ്ദത്തം നടക്കും. നമുക്കറിയാം, യോസഫിനെതിരെ സഹോദരന്മാർ പറഞ്ഞ ഒരു പ്രസ്താവന, അവൻ്റെ സ്വപ്നം നടക്കുന്നത് കാണട്ടെ. അതിനെയാണ് കൊന്നുകളയാൻ വേണ്ടി കുഴിയിലേക്ക് എടുത്തെറിഞ്ഞത്. പിന്നെ ആ സ്വപ്നം നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയാണ് മറ്റൊരു ദേശത്തേക്ക് വിറ്റത്. പക്ഷേ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ തൊടാൻ, വാഗ്ദത്തം പൊട്ടക്കുഴിയിൽ കിടക്കില്ല, വാഗ്ദത്തം മിസ്രൈമിലെ കാരാഗ്രഹത്തിൽ കിടക്കില്ല, വാഗ്ദത്തം പാലസിൽ തന്നെ എത്തും. ഇവിടെ നോക്കൂ, കർത്താവല്ലേ പറഞ്ഞത്, നീ റോമിൽ പ്രസംഗിക്കേണ്ടതായി. പക്ഷേ സംഭവിച്ചത് വ്യത്യസ്തമായിട്ടാണ്. ഒടുക്കിക്കളയുവാൻ 40 പേർ യോജിച്ച് നിൽക്കുകയാണ്. സ്തോത്രം. അവർ അധികാരികളുടെ അടുക്കൽ ചെല്ലുകയാ. എന്നിട്ട് അവരോട് പറയുകയാണ്, ഞങ്ങൾ പൗലോസിനെ കൊന്നുകളയോളം ഒന്നും ആസ്വദിക്കില്ല എന്ന് കഠിനമായി ശപഥം ചെയ്തിരിക്കുന്നു. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ ഇടപെടൽ വരികയാ. ശതാധിപൻ 2 പേരെ വരുത്തിയിട്ട്
ആ രാത്രിയിൽ 3-ാം മണി നേരത്ത് കൈസരിലേക്ക് പോകാൻ 200 കാലാളികളെയും 70 കുതിരച്ചേവകരെയും 200 കുതിരക്കാരെയും ഒരുക്കുകയും പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫെലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിക്കുവാൻ മൃഗവാഹനങ്ങളെയും സംഭരിപ്പീൻ എന്ന് പറഞ്ഞ് ഒരു ലെറ്റർ എഴുതി കൊടുക്കുകയാണ്. അതിൻ്റെ അർത്ഥം, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ മേൽ വാഗ്ദത്തമുണ്ടെങ്കിൽ 40 അല്ല 50 അല്ല 60 പേര് ശപഥം ചെയ്താലും നിനക്ക് വേണ്ടി പുറത്ത് അതിൻ്റെ ഇരട്ടി ആളുകളെ ഒരുക്കി നിന്നെ അതിൻ്റെ നടുവിൽ ക്ഷേമത്തോടെ നടത്താൻ, അതിൻ്റെ നടുവിലൂടെ കൊണ്ടുപോകാൻ, നിന്നെ തൊടാതിരിക്കേണ്ടതിന് ദൈവം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. പിറ്റേ പ്രഭാതത്തിൽ ചിലർ യോജിച്ചെങ്കിൽ ആ രാത്രിയിൽ അതിൻ്റെ നടുവിൽ തന്നെ അസ്തമിക്കുന്ന സമയമാകുമ്പോൾ നിന്റെ വിടുതലുകൾ ശ്രേഷ്ഠമാ. നിന്നെ എത്തിക്കേണ്ടടുത്ത് ദൈവമായി എത്തിക്കുന്നത്. യെസ്, യഹൂദന്മാരല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നത്. അകത്തുനിന്ന് തന്നെ നിനക്കെതിരെ ഗൂഢാലോചന വരുമ്പോൾ, തന്ത്രങ്ങൾ മെനയുമ്പോൾ, നിന്റെ ഭാവിയെ ഇല്ലാതാക്കുവാൻ, നിന്റെ കുടുംബത്തിനെതിരെ വില പറയുന്ന ശക്തമായ ചില പ്രതികൂലങ്ങളുടെ നടുവിൽ ചിലർ വൈഷമ്യത്തോടെ ആയിരിക്കുമ്പോൾ ദൈവാത്മാവിന് പറയാനുള്ളത് നിന്നെ റോമിലെത്തിക്കും. ഈശാനമൂലിൽ വരട്ടെ, പാട്ടൊക്കെ തകരട്ടെ, കപ്പൽ തകരട്ടെ, കാറ്റടിക്കട്ടെ, ഇല്ല. പൗലോസ് പറയും, എൻ്റെ ഊട്ടയവനാ എന്നോട് സംസാരിച്ചതാ. ആ ശബ്ദം നമ്മൾ കേട്ടാ നമ്മൾ പലപ്പോഴും ബുധന്മാർ യോജിച്ച ശബ്ദങ്ങളും തീരുമെന്ന് പറയുന്ന ശബ്ദങ്ങളും ഒടുക്കിക്കളയുമെന്ന് ഉള്ള ഭീഷണികളുമല്ലേ നമ്മൾ റിസീവ് ചെയ്യുന്നത്. പക്ഷേ അത് കേട്ട് നമ്മുടെ ശരീരവും മനസ്സും ക്ഷീണിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ റിസീവ് ചെയ്യേണ്ട ശബ്ദം, എൻ്റെ ഊട്ടയവൻ എന്നോട് സംസാരിച്ചു, ഞാൻ സേവിച്ചു വരുന്ന ദൈവം എന്നോട് സംസാരിച്ചു, എന്നെ ഇന്നിടത്തെത്തിക്കും, പ്രാണന് ഹാനി വരാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ ശബ്ദം നിങ്ങൾ റിസീവ് ചെയ്യുമെങ്കിൽ എന്തും വരട്ടെ, പ്രതികൂലം വരട്ടെ, കൂട്ടുകെട്ടുണ്ടാക്കട്ടെ, അണിയറയിൽ പദ്ധതികൾ ഒരുക്കട്ടെ, അത് കൂടിയാലോചന നടക്കട്ടെ, അത് നിഷ്ഫലമാകും. കാര്യം പറഞ്ഞുറപ്പിപ്പീൻ, അത് സാധ്യമാകുകയില്ല. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകലും സ്തോത്രം ചെയ്യൂ. എത്ര ശപഥം ചെയ്യട്ടെ, ചില ശപഥങ്ങളെയും ശാപങ്ങളെയും പൊട്ടിച്ചെറിയുന്ന ദൈവശക്തി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ വ്യാപരിക്കുക. നീ രക്ഷപ്പെടില്ല, നീ ഒതുങ്ങിപ്പോകും, നിനക്ക് പുറത്തു വരാൻ കഴിയില്ല, നിനക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല, നിന്റെ കാലം തീർന്നു എന്ന് പറഞ്ഞ് ചില ശപഥങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പൊട്ടിക്കുക. വിശ്വസിക്കുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്യൂ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വചനത്തിൻ്റെ ശക്തി എന്ന് പകൽ അവിടുത്തെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം, അങ്ങയുടെ മഹത്വം ഇറങ്ങുന്നതിന് സ്തോത്രം. ചില ശാപങ്ങളുടെ മേലും ശബ്ദങ്ങളുടെ മേലും കൂടിയാലോചനകളുടെ മേലും ദൈവത്തിൻ്റെ പ്രോമിസ് ഇറങ്ങി എത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കാണേണ്ടത് ഞങ്ങൾ കാണും. വ്യക്തത്വം എടുത്ത് സ്തോത്രം ചെയ്യും. ഈ ഒരു ഉറപ്പ് ഞങ്ങളുടെ അകത്ത് ഇന്ന് പകൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമം ചൊല്ലി ജനത്തെ ഇന്ന് പകൽ വിടുവിക്കാൻ പ്രാർത്ഥിക്കുന്നു, സൗഖ്യമാക്കാൻ ഭയങ്ങൾ മാറട്ടെ. ചില ശാപങ്ങൾ കേട്ട്, ശപഥങ്ങൾ കേട്ട് ഭയത്തിൻ്റെ അകത്തായി കഴിയുന്ന ചിലരെ പരിശുദ്ധാത്മാ പുറത്തു കൊണ്ടുവരുന്നു. ബലം കൽപ്പിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വമായ യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തുവിന്റെ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകുക. ശാപങ്ങളുടെയും ശബ്ദങ്ങളുടെയും കൂടിയാലോചന നടുവിൽ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന ദൈവശബ്ദം ഇന്ന് പകൽ റിസീവ് ചെയ്യൂ. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ഭക്ഷണിക്കുന്നു.